അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹിൽ അദീമി സുൽത്താൻ മുസർരിഫുദ്ദഹ്റ ബിഖുദ്റതിഹി യഖ്ലുഖു മാ യശാഉ കമാ യശാ ബിഗൈരി തസ്രീഫിൻ വലാ ബയാൻ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താർ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ, ഈ ക്യാമ്പസിൻ്റെ ഒരുപാട് നാളായിട്ടുള്ള സ്വപ്ന പദ്ധതിയായ ഖുർആൻ സിറ്റി ലോഞ്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കുന്ന ഫാമിലി കോൺഫറൻസിൽ നമ്മളിപ്പോഴുള്ളത് വളരെ സുപ്രധാനമായ ഒരു സെഷനിലാണ്. സാംസ്കാരിക ജീർണതകൾക്കെതിരെ ധാർമ്മികതയുടെ പ്രതിരോധം എന്ന വളരെ പ്രസക്തമായ ഒരു പ്രമേയത്തിൽ നടക്കുന്ന പാനൽ ഡിസ്കഷനാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആധുനിക മനുഷ്യനാകുവാൻ വേണ്ടി, പുരോഗമന മനുഷ്യനാകുവാൻ വേണ്ടി മുഴുവൻ ആളുകളും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അധാർമികതകളെയും, എല്ലാ തിന്മകളെയും, എല്ലാ അരാജകത്വങ്ങളെയും പുൽകുന്ന, അതിനെ വാരിപ്പുണരുന്ന, അതിൻ്റെ വക്താക്കളാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാറി വരുന്ന ഓരോ തലമുറകളും പ്രതീക്ഷയേക്കാൾ കൂടുതൽ ആശങ്കകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജെൻസി എന്നറിയപ്പെടുന്ന ജെൻ സൂമേഴ്സ്, ആ ജെൻ സൂമേഴ്സിൻ്റെ കാലവും കഴിഞ്ഞ് ജെൻ ആൽഫയും ജെൻ ബീറ്റയും കഴിഞ്ഞ് പുതിയ ജനറേഷനുകളിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയുടെ, ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവത്തിൻ്റെ കൂടെ വളർന്നു വന്ന ജെൻസി തലമുറ വലിയ പ്രതീക്ഷകളും വലിയ ആശങ്കകളും നമുക്ക് നൽകുന്നുണ്ട്. പുതിയ തലമുറയിലെ ഏതെങ്കിലും 5 ആളുകളെ തിരഞ്ഞെടുത്താൽ ഓരോ 5 ആളുകളിലും ഒരാളെങ്കിലും മാനസികമായ വിഭ്രാന്തികളും മാനസികമായ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 60% ആളുകൾ ഒറ്റപ്പെടലുകളും ഡിപ്രഷനും അനുഭവിക്കുന്ന ആളുകളാണ്. 40%-ലധികം ആളുകൾ വലിയ രീതിയിലുള്ള തൊഴിൽ ഇല്ലായ്മ, അൺഎംപ്ലോയ്മെൻ്റ് അനുഭവിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ ഒരുപാട് അരാജകത്വങ്ങൾ, അധാർമികതകൾ, തിന്മകൾ നടമാടുന്ന ഒരു സമയത്ത് ഈ അധാർമികതകൾക്കെതിരെ എല്ലാമുള്ള ശക്തമായ പ്രതിരോധമാണ് പരിശുദ്ധ ഇസ്ലാം തീർക്കുന്നത്, ഇസ്ലാമിക ശരീഅത്ത് തീർക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പാനൽ ഡിസ്കഷനിൽ സാംസ്കാരിക ജീർണതകൾക്കെതിരെ ധാർമ്മികതയുടെ പ്രതിരോധമെന്ന ഈ ചർച്ചയിൽ ജാമിയ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ PG ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡ് ഇസ്ലാമിക് റിസർച്ച് വിങ്ങിൻ്റെ കീഴിലുള്ള അംഗങ്ങളാണ് നമ്മളോട് ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. ജാമിയ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ അധ്യാപകൻ റസൽ സ്വലാഹി, ടീം ബിൽഡിൻ്റെ മെമ്പർമാരായ ഫർഷീൻ സ്വലാഹി, ഫായിസ് ബുസ്താനി, അനീസ് ഹാദി, സഹീർ അൻസാരി, അഖീബ് ഹസൻ സുല്ലമി, ലബീബ് ഹാദി തുടങ്ങിയ പ്രമുഖരാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരികളെയും ക്ഷണിച്ചുകൊണ്ട് ഈ ഡിസ്കഷന് വേണ്ടി ഈ എൻ്റെ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ജാമിയ ബുസ്താനുൽ ഉലൂം റിസർച്ച് വിങ് സ്കോളേഴ്സായ സൂചിപ്പിച്ച വ്യക്തിത്വങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മൾ ചർച്ചയാക്കുന്നത്, നമുക്കറിയാം, ലോകോത്തരത്തിൽ ഡെവലപ്പിംഗ് കൺട്രികളിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അതിൽ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന
ഉത്ബുദ്ധരായ സമൂഹം ജീവിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളമെന്ന നമ്മുടേത്. എന്നാൽ പോലും ഈ ഡിസംബർ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു 12 മാസത്തിനിടയിൽ അഥവാ ഈ വർഷത്തിൽ ധാരാളം സാംസ്കാരിക ജീർണതകളുമായി ബന്ധപ്പെട്ട ധാരാളം അനവധി പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാക്കേണ്ട വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ധാർമ്മികമായ നിലപാടെന്ത് എന്നുള്ള ഈ സുപ്രധാനമായ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുവാക്കളാകട്ടെ ടീനേജേഴ്സ് ആകട്ടെ എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അഡിക്ഷൻ എന്നത്. യഥാർത്ഥത്തിൽ അഡിക്ഷൻ എന്നാൽ എന്താണ്? ഒരു മനുഷ്യനെ അഡിക്ഷൻ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ പിടിപെട്ടിട്ടുള്ള ഒരു രോഗമാണ്, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുകയാണ് ആസക്തി എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ നമ്മളതിനെ പറയാറുള്ളത്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ബിഹേവിയർ പാറ്റേൺ ലേൺ ചെയ്യലാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളതിൻ്റെ പഠനങ്ങളും എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് അഡിക്ഷൻ കടന്നു വരുന്നത്, എങ്ങനെയാണ് ഒരാൾ അഡിക്റ്റായി മാറുന്നത് എന്ന് പഠിച്ചാൽ സയൻസ് വളരെ വ്യക്തമായിക്കൊണ്ട് അത് നമുക്കതിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഏരിയയാണ് ലിംബിക് സിസ്റ്റം അഥവാ ലിംബിക് ബ്രെയിൻ എന്ന് പറയും. നമ്മളെ ഹൈപ്പോതലാമസൊക്കെ നിലനിൽക്കുന്ന, അതുപോലെ തന്നെ പ്ലഷർ ഫീൽ ഉണ്ടാകുന്ന, ഡോപ്പമിനെല്ലാം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ലിംബിക് ഏരിയ, ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ലിംബിക് ഏരിയ നമുക്ക് ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും പലതരത്തിലുള്ള പ്ലഷർ ഫീലിംഗ് ഉണ്ടാകും. പ്ലഷർ ഫീലിംഗ് തന്നെ 2 തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നാച്ചുറലായി നമ്മൾ എന്ത് കണ്ടാലും കേട്ടാലുമെല്ലാം നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ഒരു പ്ലഷർ സീക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ആർട്ടിഫിഷ്യലായി നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഈ ഒരു ലിംബിക് ഏരിയയിൽ വരുന്ന പ്ലഷർ സീക്കിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കായ വശമെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴുമെല്ലാം നമുക്ക് ഈ ഡോപ്പമിൻ്റെ ഒരു ഫയറിങ് അവിടെ നടക്കുന്നുണ്ട്. നോർമലായിക്കൊണ്ട് ഡോപ്പമിൻ ഒരു സെക്കൻഡിൽ 3 to 5 ഒക്കെയാണ് അതിൻ്റെ ഫയറിങ് നടത്താറുള്ളത്. എന്നാൽ ചിലത് കാണുമ്പോഴും കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ഈ ഒരു ഡോപ്പമിൻ നമ്മൾ പല എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവുമ്പോൾ നമുക്ക് പല സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഈ ഡോപ്പമിൻ ഹൈ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ സയൻസ് പറയുന്നത് 20 to 30 ലെവലിലൊക്കെയാണ് ഒരു സെക്കൻഡിൽ ഈ ഡോപ്പമിൻ ഫയർ ചെയ്യുക എന്ന് സയൻസ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഓർഗാസത്തിന് അഡിക്റ്റാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെക്ഷൽ ഓർഗാസം നമുക്ക് വല്ലാതെയായി നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കാം. ആ സമയത്ത് അതിൻ്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന രൂപത്തിലുള്ള ഈ ഡോപ്പമിൻ്റെ അളവ് നോർമലിൽ നിന്നും ഹൈ ലെവലിലേക്ക് അതിൻ്റെ ഫയറിങ് നടക്കുന്നതാണ്. അത് ഹൈ ലെവലിലേക്ക് ഫയർ നടക്കുന്നതല്ല പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് അത് ഏതാനും സെക്കൻഡുകൾ, നിമിഷങ്ങൾ കഴിഞ്ഞാൽ അത് താഴോട്ട് വരും. നമ്മുടെ ആ ഡോപ്പമിൻ്റെ ലെവൽ താഴോട്ട് ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഹൈ പ്ലഷറിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ ഡോപ്പമിൻ 20 to 30 മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ താഴോട്ട് കുത്തനെയുള്ള പതനം അത് നോർമൽ ഡോപ്പമിൻ ലെവലിൻ്റെയും താഴോട്ട് പോയി ഒരു 0 ലെവലിലേക്ക് വരും. ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഇത് 0 ലെവലിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക?
നമ്മൾ ഡിപ്രഷൻ മൈൻഡിലേക്ക് മാറും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാം, എങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഡിപ്രഷൻ ലെവലിലേക്ക് നമ്മൾ മാറും. ഡിപ്രഷൻ ലെവലിലേക്ക് മാറുമ്പോൾ ഹാപ്പിനെസ് നമുക്ക് നഷ്ടപ്പെടും. ഈ ഹാപ്പിനെസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. എങ്ങനെയാണ് ഹാപ്പിനെസ് നിലനിർത്തുക? നമ്മളുടെ ഡോപ്പമിൻ എപ്പോഴാണോ ഹൈ ആയത് അപ്പോഴായിരുന്നു നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പോൺ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഈ ഹാപ്പിനെസ് ഉണ്ടായത്, നമ്മുടെ ഈ ഡോപ്പമിൻ്റെ ലെവൽ കൂടിയത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? ആ പോൺ വീഡിയോസ് കാണൽ തുടങ്ങും. അത് 1 മണിക്കൂർ കാണുമ്പോഴാണ് നമുക്ക് ആ ഹാപ്പിനെസ് നിലനിർത്താൻ കഴിഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ 1 മണിക്കൂറിൽ ഹാപ്പിനെസ് നിൽക്കുന്നില്ല. കാരണം നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് വീണ്ടും കൂട്ടണം. അങ്ങനെയാണ് അഡിക്ഷൻ എന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത് എന്നാണ് സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം. നമുക്ക് ഈ ഒരു ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോൾ, ഈ ഒരു പ്ലഷർ സീക്ക് ഉണ്ടാകുമ്പോൾ അത് വല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ത്വരയുണ്ടാക്കും. ഇങ്ങനെ പലതും ചെയ്യാനും പലതും കാണാനുള്ള ഒരു ത്വരയുണ്ടാക്കും. അതിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള ഓരോ അഡിക്ഷൻസിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ ഒരു കൃത്യമായ സയൻറ്റിഫിക്കലി നമുക്ക് കാണാൻ കഴിയുക. നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു ഡോപ്പമിൻ എക്കോ സിസ്റ്റത്തിലാണ്. ആ ഈ ഒരു എക്കോ സിസ്റ്റത്തിൽ നമ്മളെപ്പോഴൊക്കെ നമ്മുടെ ഡോപ്പമിൻ ഹൈ ലെവലിലേക്ക് എത്തുന്ന എന്തൊക്കെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു അഡിക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഡോപ്പമിനെല്ലാം ഹൈ ലെവലിലേക്ക് എത്തിക്കുന്ന ഒന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചായ കുടിക്കുക എന്നുള്ളത് വലിയ ട്രെൻഡാണ്. രാത്രി ചായ കുടിക്കാതെ ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ മന്തി കഴിക്കുക, അപ്പോൾ നമുക്ക് വലിയ ട്രെൻഡായിട്ടുള്ള ഒന്നാണ്, എന്നും മന്തി കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഈ ഡോപ്പമിൻ ഉയർന്നു കഴിയുമ്പോൾ നമ്മളുടെ ഡോപ്പമിൻ നമുക്കൊരു പ്രോംപ്റ്റ് തരും, നെക്സ്റ്റ് അല്ലെങ്കിൽ മോർ എന്നൊരു പ്രോംപ്റ്റ് നമ്മളിലേക്ക് തരും. ഇനിയും വേണം, ഇനിയും കഴിക്കണം, ഇനിയും കുടിക്കണം, ഇനിയും ചെയ്യണം എന്ന ഒരു ലെവലിലേക്ക് ഡോപ്പമിൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മാർക്കറ്റ് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഐഫോണിൻ്റെ പുതിയ വേർഷൻ വരുന്നിടത്തോളം ലോൺ എടുത്തിട്ട് EMI ഇട്ടിട്ടൊക്കെ ഐഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒരു തരത്തിലുള്ള അഡിക്ഷൻ്റെ ലെവലാണ് എന്നാണ് സയൻസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം കാണാം, ഡേവിഡ് കാർട്ട്റൈറ്റ് എഴുതിയ അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു തിയറി ഉണ്ട്, ലിംബിക് ക്യാപിറ്റലിസം എന്നാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡോപ്പമിൻ്റെ ഈ ഒരു തൃപ്തി അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പോണോഗ്രാഫി, മ്യൂസിക്, DJ. അതൊന്നും ഇല്ലാത്തൊരു ഫങ്ഷൻ ഇല്ലാതെയായി മാറാം. അതുപോലെ ഡ്രഗ്സ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല മാരകമായ മരുന്നുകളെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായി, ഗെയിമിങ്, ഗാംബ്ലിങ് എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോപ്പമിൻ്റെ ലെവല്, നമ്മളെ ഈ ഒരു പ്ലഷർ സീക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിതിങ്ങനെ കൂടുതൽ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ അഡിക്ഷൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള, ആൻസൈറ്റി പോലെയുള്ള വിഷമം, ഒറ്റപ്പെടൽ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്തൊന്നിനോടോ ആവട്ടെ അതിനോട് അഡിക്റ്റഡായി മാറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജസാക്കല്ലാഹ് ഖൈർ. വിശദീകരിച്ചു എന്താണ് അഡിക്ഷൻ, അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഇതിനോടൊരു ഉപചോദ്യമായി ചോദിക്കാനുള്ളത്, വിശദീകരിച്ച അഡിക്ഷൻ, ഇപ്പോൾ വയസ്സ് ഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് മൊബൈൽ. ഈ മൊബൈൽ അഡിക്ഷൻ യഥാർത്ഥത്തിൽ എന്താണ്? അതെങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മൊബൈൽ അഡിക്ഷൻ ഇന്ന് വല്ലാതെ രക്ഷിതാക്കളിലും മക്കളിലും കണ്ടുവരുന്ന ഒന്നാണ്. രക്ഷിതാക്കളുടെ വലിയൊരു പരാതിയാണ്, എൻ്റെ മകള് മൊബൈൽ അഡിക്റ്റഡ് ആണ്, അവരുടെ അടുത്ത് നിന്ന് മൊബൈൽ വാങ്ങി വെച്ചാൽ അവർക്ക് ദേഷ്യം വരികയാണ് എന്നൊക്കെ വലിയൊരു ആശങ്ക. യഥാർത്ഥത്തിൽ നമുക്ക് സയൻറ്റിഫിക്കായി തന്നെ ഇതിനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു രോഗം കാണാം. വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം പറയുകയാണ്, 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോണിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ വരും.
മൊബൈൽ കാണാനുള്ള അങ്ങേയറ്റത്തൊരാഗ്രഹം. ആ ആഗ്രഹത്തോടു കൂടി അവർ മൊബൈൽ കാണുകയും എന്നിട്ട് അതിൽ കണ്ടതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഒരു രോഗമാണ്, ഒരു വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന രോഗമാണ്. ആരെ ഈ രോഗം ഉണ്ടാക്കുന്നത്? നമ്മുടെ രക്ഷിതാക്കളാണ്. നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കാൻ ഈ 3 വയസ്സ് വരെ ചെറുപ്രായത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ എടുത്തു കൊടുക്കും, കാർട്ടൂണോ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? അവർ ഭക്ഷണം കഴിക്കാൻ, അവർ അടങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളിത് കൊടുക്കുന്നതാണ്. സൈക്കോളജിസ്റ്റുകൾ വളരെ കണിശമായി പറയാണ് 3 വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ തൊടാൻ കൊടുക്കരുത് എന്നാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ടൂളുകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനറേഷനിൽ മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ആ മൊബൈൽ അഡിക്ഷനായി മാറുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക. സയൻസ് പറയാണ് എങ്ങനെയാണ് മൊബൈൽ അഡിക്ഷൻ നമ്മളിൽ ഉണ്ടോ എന്നറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ 1 മണിക്കൂർ മൊബൈൽ വെക്കുക, ഓഫാക്കി വെക്കുക. ആരെങ്കിലും ഒരു 4 വട്ടം ആ മൊബൈൽ ഫോൺ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് ഈ 1 മണിക്കൂറിനുള്ളിലെങ്കിൽ അവർ പറയാണ് അവൻ മൊബൈൽ അഡിക്റ്റാണ് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ബൈക്കിലും കാറിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തോന്നും മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. അത് യഥാർത്ഥത്തിൽ മൊബൈൽ അഡിക്ഷൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏതൊരു അഡിക്ഷൻ ഉണ്ടായാലും ആ അഡിക്ഷൻ എന്നൊക്കെ രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട 3 മാർഗങ്ങൾ കൂടി ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. ഒന്നാമത്തേത്, നമ്മൾ തിരിച്ചറിയണം ഞാൻ അഡിക്റ്റഡാണ്, ഞാൻ ഡ്രഗ്സിന് അഡിക്റ്റാണ്, ഞാൻ മൊബൈലിന് അഡിക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തരം മ്യൂസിക്കുകൾക്ക് അഡിക്റ്റായി പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഒരു ആഗ്രഹം വേണം. എനിക്ക് ഈ അഡിക്ഷൻ ജീവിതത്തിൽ നിന്നും മാറി ഹാപ്പിനെസ്സിൻ്റെ, ഫ്രീഡത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ലൈഫിലേക്ക് എനിക്ക് എൻ്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതിലൂടെയാണ് നമുക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്നും മാറിക്കാൻ കഴിയുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടഫാണ്, അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. ഇപ്പോൾ ഇതിൻ്റെ പഠന റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്, ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച മദ്യത്തെ ഖുർആൻ നിരോധിച്ച ലെവലുകൾ കാണാം. ഒറ്റയടിക്ക് നിരോധിച്ചില്ല, ഘട്ടം ഘട്ടങ്ങളായി നിരോധിച്ചു. ചില സയൻറ്റിഫിക് പഠനങ്ങൾ പറയാണ് ഘട്ടം ഘട്ടങ്ങളായിക്കൊണ്ട് നിരോധിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവനും നമ്മൾ ഈ പോൺ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക, 1.5 കാണുള്ളൂ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച മാത്രം കാണുള്ളൂ. അങ്ങനെ ഇത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുള്ളൂ എന്നൊരു പഠനം കാണാം. കാരണം നമ്മൾ ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ അത് നമുക്ക് പല രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ വരെ, നമ്മുടെ സമനില തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരെ മാറിപ്പോകാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഏതായാലും ഈ 3 സ്റ്റെപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു അഡിക്ഷനിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അതിന് വേണ്ടത് തഖ്വയാണ്. ഇസ്ലാമിൻ്റെ തഖ്വ കൂടി നമുക്കുണ്ടാവണം എന്നും കൂടി ആലോചിച്ച് എല്ലാത്തരം അഡിക്ഷനുകളിൽ നിന്നും അത് തരം ഒരു രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് നല്ല സുന്ദരമായ അഡിക്ഷനുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ മാറുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ ജസീലൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച അതിൻ്റെ ആദ്യഘട്ടത്തിൽ അനവധി അഡിക്ഷനുള്ള കാലത്ത് അഡിക്ഷൻ എന്താണ്, അതൊരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന വിഷയം വളരെ ഗഹനമായി പഠിച്ച് സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി സംസാരിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ക്യാമ്പസുകൾ എന്നുള്ളത്. നമ്മുടെ ക്യാമ്പസുകളെ അഥവാ ജൻ ആൽഫ, ജൻ ബീറ്റ ചിന്തിക്കുന്ന, മാറ്റങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന, അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന അധാർമികമായ പല പ്രലോഭനങ്ങളുടെ അവസാനത്തിൽ അവരുടെ മുമ്പിൽ ട്രെൻഡിങ് ആയി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുക്തിവാദം എന്നുള്ളത്. ആ യുക്തിവാദത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ യുക്തിവാദം എന്താണ്, ആ യുക്തിവാദത്തിൻ്റെ പിറകെ നടക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലുമൊക്കെ ഒരു വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ യുക്തിവാദം എന്ന് പറയുന്ന
ഈ ഒരു ആശയം യുക്തിവാദികൾ എന്ന പേരിൽ തന്നെയാണ് ഇവർ സമൂഹത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് യുക്തി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അഥവാ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി, സത്യങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുന്ന ചിന്താ പ്രക്രിയയാണ്, അഥവാ മനുഷ്യനിൽ തന്നെ ഉണ്ടാകുന്ന ചിന്താ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ നിരന്തരമായിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ ജീവിതത്തിൽ അവൻ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ്റെ സ്രഷ്ടാവിനെക്കുറിച്ചുമെല്ലാം അവൻ്റെ ജീവിതത്തിൽ അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻവിധിയില്ലാതെ ഒരു കാര്യത്തെ പഠിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യൻ എന്തുണ്ടാകും, സത്യത്തിലേക്ക് എത്തിപ്പെടുവാൻ അവനെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് ഇത്തരം ആളുകൾ, യുക്തിവാദികൾ, ഭൗതികവാദികൾ എന്ന പേരിൽ ഈ സമൂഹത്തിൽ ഉടലെടുത്ത ആളുകൾ, അവർക്ക് പറ്റിയ വലിയ അബദ്ധം. അവരുടെ പഠനം തന്നെ യഥാർത്ഥത്തിൽ അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നമുക്ക് ദൈവം ഉണ്ടാകരുത് എന്നുള്ള വാശിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഞങ്ങൾ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ്? ഒരു ഗോഡ് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്, ദൈവം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഈ ക്യാമ്പസുകളിലും യുവാക്കൾക്കിടയിലും വലിയ അപകടം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അവൻ്റെ യുക്തി അത് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, നിഷ്പക്ഷമായി ഒരു കാര്യത്തെ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യുക്തി കൊണ്ട് സ്രഷ്ടാവിനെ, അവൻ കാണുന്ന കാഴ്ചകളിൽ, ഈ പ്രപഞ്ചത്തിൽ അവൻ കാണുന്ന ഓരോ വസ്തുവിലും അവൻ്റെ സ്രഷ്ടാവിനെ അതിലൂടെ അവന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഒരാൾക്ക് ഒരു മനുഷ്യ ശരീരഘടന അത് പരിശോധിക്കുമ്പോൾ തീർച്ചയായും അവന് മനസ്സ് തുറന്നടിച്ച് പറയാൻ സാധിക്കില്ല ഇത് വെറുതെ ഉണ്ടായതാണ് എന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളത് അവൻ അംഗീകരിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് അവന് മനസ്സ് തുറന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആളുകൾ, യുക്തിവാദികൾ എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ ആളുകൾ, ഇവർ ശഠിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ വലിയ ഒരു അപകടമാണ് സയൻറ്റിസം എന്ന് പറയുന്നത്, അഥവാ ശാസ്ത്രമാത്രവാദം. അതായത് ശാസ്ത്രം കൊണ്ട് തെളിയിച്ചാൽ മാത്രമേ ഞങ്ങൾ എന്തും സ്വീകരിക്കുകയുള്ളൂ, അറിവിൻ്റെ മാർഗം എന്ന് പറയുന്നത് അത് സയൻസ് മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് ഈ ആളുകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സയൻസിനെ കുറിച്ചുള്ള വ്യക്തമായ അജ്ഞതയാണിത്. സയൻസിനെ കുറിച്ച്, ശാസ്ത്രം എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു വലിയ അപകടമാണ് ഇവർക്ക് ഭവിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം? നമ്മുടെ പ്രപഞ്ചത്തെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെയും കുറിച്ച് സ്വതന്ത്രമായി പഠിക്കുവാനുള്ള ഒരു ജ്ഞാനമാർഗമാണ്, അഥവാ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു ജ്ഞാനമാർഗമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്നത്, ഈ ശാസ്ത്രം കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ തെളിയിച്ചു തന്നാൽ, ഒരു ഗോഡ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട്, സയൻസ് കൊണ്ട് ഞങ്ങൾക്ക് തെളിയിച്ചു തന്നാൽ മാത്രം ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കും എന്നുള്ള ഒരു വാദഗതിയുമായി കൊണ്ട് അവർ മുന്നോട്ട് കടന്നു വരുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ ഇമോഷനാണ് ഒരു പ്രേമം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നതൊക്കെ അവൻ്റെ വികാരങ്ങളാണതൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്നേഹം എന്നുള്ളതും അതുപോലെ തന്നെ ഭയം എന്നുള്ളതൊക്കെ ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് പറയാണ്. ഒരു ഉദാഹരണം പറയാം, ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് പറയാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളെനിക്ക് അത് ശാസ്ത്രീയമായി തെളിയിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നൊരു ഭാര്യ പറഞ്ഞാൽ അത്രത്തോളം അതുപോലെ ബാലിശമാണ് ശാസ്ത്രീയമായി ഞങ്ങൾക്ക് ദൈവത്തെ തെളിയിച്ചു തരണം എന്നുള്ള ആ ഒരു വാദം. അത്രത്തോളം അപകടം പിടിച്ചതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് സർവകാല സത്യങ്ങളല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങളിൽ നമ്മൾ ചെന്ന് പതിക്കുന്നത് എന്നുള്ളതാണ്. അത് തുടർച്ചയായിട്ടുള്ള ഒരു പഠന പ്രക്രിയയാണ്. അഥവാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
കുറച്ച് പതിറ്റാണ്ടുകൾ മുന്നേ വരെ ഈ ലോകം വിശ്വസിച്ചിരുന്നത് സൂര്യൻ എന്നുള്ളത് നിശ്ചലമായി നിന്നിരുന്ന ഒരു വസ്തുവാണ് എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഭൗതികവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ ആ ഒരു നിഗമനത്തെ അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തെ മുതലെടുക്കുകയാണ് ഉണ്ടായത്. സൂര്യൻ നിശ്ചലമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഖുർആൻ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ദൈവത്തിൽ നിന്നുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇതേ ഖുർആൻ തന്നെ പറയുന്നു വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ അത് അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സഞ്ചാരപഥത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അഥവാ സൂര്യന് ചലനമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും ചലനമില്ല എന്ന് ശാസ്ത്രവും പറയുന്നു. അപ്പോൾ ഇതൊരു ദൈവിക ഗ്രന്ഥമല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ഗൂഢശ്രമമായിരുന്നു അന്ന് ഭൗതികവാദികൾ നടത്തിയിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ആ നിഗമനം തെറ്റാണ്, സൂര്യന് ചലനമുണ്ട്, സൂര്യൻ ചലിക്കുന്ന വസ്തുവാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ശാസ്ത്രം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഖുർആനിനോട് ആ ഒരു വാദം യോജിച്ചു വരുന്നു. അപ്പോൾ ഈ ശാസ്ത്രമാത്ര വാദം എന്ന് പറയുന്നത് അത്രമേൽ അപകടം പിടിച്ചതാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഭൗതികവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മതം എന്നുള്ളത്. നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മതം എന്നുള്ളത് അത് ഭീകരതയാണ് എന്നുള്ള ഒരു കുപ്രചരണം നടത്തി വരുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ മതം ഭീകരതയാണോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ലോകത്ത് കടന്നു വന്ന ആളുകളാണ് മാനവികതാവാദികൾ. മാനവികതയാണ്, നമ്മൾ മതം വലിച്ചെറിഞ്ഞ് മനുഷ്യരാകുക എന്നുള്ള വാദവുമായിക്കൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന ആളുകളാണ് ഹ്യൂമനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ. മതം വേണ്ട, നമുക്ക് മനുഷ്യരായാൽ മതി, മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, മതത്തിൻ്റെ എല്ലാ ചട്ടങ്ങളും പറിച്ചെറിഞ്ഞ് നമ്മൾ മനുഷ്യരായി മാറുക എന്നുള്ള വാദവുമായി കൊണ്ട് കടന്നു വന്ന കുറച്ചാളുകൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് നടന്നിട്ടുള്ള ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ലോകമഹായുദ്ധങ്ങൾക്ക് പിന്നിൽ മതങ്ങളായിരുന്നു. ഇത്രമേൽ അസ്വസ്ഥത വിതക്കുന്ന, അക്രമാസക്തമായിക്കൊണ്ട് ലോകത്ത് അസ്വസ്ഥത വിതക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ ലോകത്ത് നടക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തി മതമാണോ, അതിന് കാരണമാകുന്നത് മതമാണോ എന്ന് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതം എന്നുള്ളത് ബേസിക്കലി മതം എന്ന് പറയുന്നത് അത് സമാധാനവും അതുപോലെ തന്നെ സഹിഷ്ണുതയുമാണ് മനുഷ്യർക്കിടയിൽ പ്രദാനം ചെയ്യുന്നത് എന്നുള്ളത് ഈ തരം യുവാക്കളും ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭീകരതയെക്കുറിച്ച് ഈ പറയുന്ന ആളുകളുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്താ ഈ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഒരു ഫസ്റ്റ് എത്തീസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്, ഫസ്റ്റ് എത്തീസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് അത് അൽബേനിയ എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെയാണ് ഒരു നിരീശ്വരവാദ രാജ്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ബലത്തിൽ ഭരണത്തിലേറി വന്ന അൻവർ ഹോക്ഷയെ പോലെയുള്ള ഭരണകർത്താക്കൾ അവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് അവിടെ ഭരണത്തിലേറി വന്ന 1944 അദ്ദേഹം അവിടെ ഭരണത്തിൽ വരുന്നത്. എന്നാൽ ഈ അൻവർ ഹോക്ഷയെ പോലെയുള്ള ആളുകൾ അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ നിരീശ്വരവാദമായ അല്ലെങ്കിൽ നിരീശ്വരവാദപരമായിട്ടുള്ള ആശയങ്ങളെ കുത്തിവെക്കുവാൻ വേണ്ടി മതങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അഥവാ തൻ്റെ രാജ്യത്ത് നിന്ന് മതങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന് പറയുന്ന ഒരു നിലപാട്. അത് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം പിന്നീട് സ്വീകരിക്കുന്ന മാർഗങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ചർച്ചുകളും പള്ളികളുമെല്ലാം അവരുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഈ അൻവർ ഹോക്ഷയുടെ അനുയായികൾ അവർ അതെല്ലാം പിടിച്ചടക്കുകയും അതിനെ തുടർന്ന് ആ ചർച്ചുകളും അതുപോലെ തന്നെ പള്ളികളുമൊക്കെ ജിംനേഷ്യകളാക്കുകയും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളുമാക്കി ഈ വണ്ടികളൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പുകളും ഗാരേജുകളുമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അഥവാ 253 ഉണ്ടായിരുന്ന ചർച്ചുകൾ കുറച്ച് കൊല്ലക്കാലം കൊണ്ട് അത് 100 മാറി എന്നുള്ളതാണ്. പിന്നീട് തുടരെ അത് വളരെ കുറഞ്ഞു വരികയും മതകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന ആളുകളെ കൊന്നെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ചരിത്രത്തിൽ ഈ അൻവർ ഹോക്ഷ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ചരിത്രത്തിൽ നിന്ന്, അൽബേനിയയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഈ യുക്തിവാദ പ്രസ്ഥാനം എന്നുള്ളത് ഈ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നിലപാട് അതിൻ്റെ അപകടം എന്താണെന്ന് ഈ യുവാക്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം ആണെങ്കിൽ അവന് തെറ്റും ശരിയും വേർതിരിച്ച് തരുവാൻ അവൻ്റെ ഒരു ആയുധമായിക്കൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ ഫുർഖാൻ എന്നുള്ള പേര്, സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ആയുധമാണ്, നമ്മുടെ ടൂളാണ് ഖുർആൻ എന്ന് പറയുന്നത്. അഥവാ ഇത് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ മുസ്ലിങ്ങൾക്കുള്ള, മനുഷ്യർക്കുള്ള മാനദണ്ഡമാണ് ഖുർആൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ യുക്തിവാദികൾ പറയുന്നത് തെറ്റ്. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതാണ് തെറ്റ്, തെറ്റായി തോന്നുന്നത് എന്താണോ അതാണ് തെറ്റ്, നമ്മുടെ മനസ്സിൽ ശരിയായി തോന്നുന്നത് എന്താണോ അതാണ് ശരി എന്നുള്ളതാണ് ഇത്തരം ആളുകൾ പറഞ്ഞു വെക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മദ്യപാനിയായ ഒരാളോട് നമ്മൾ പോയി ചോദിച്ചു നോക്കുക, മദ്യപാനം തെറ്റാണോ? അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ പറയും തെറ്റല്ല എന്നുള്ളത്. എന്ന് വെച്ച് ലോകം മുഴുവൻ അത് തെറ്റല്ല എന്ന് അംഗീകരിക്കുമോ? ഇല്ല. അപ്പോൾ പല മനുഷ്യരുടെ ഒരുപാട് നിലപാടുകളും ഒരുപാട് വീക്ഷണങ്ങളുമായി മാറും ഈ ലോകം. അങ്ങനെ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി ഒരുപാട് അക്രമാസക്തമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യ ജീവിതം ബേസിക്കലി ഈ ആശയം അവൻ സ്വീകരിക്കുന്നതോടുകൂടി അവന് തെറ്റും ശരിയും മനസ്സിലാവാതെ അവൻ്റെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിഹാരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ മാറ്റിയെടുക്കുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യുഖ്രിജുഹും മിന ദുലുമാതി ഇല നൂർ. വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ദുലുമാത്ത് എന്നുള്ളത്. അഥവാ ഇരുട്ടുകൾ, ഒരിരുട്ടല്ല, ഇരുട്ടുകൾ. ഈ ലിബറലിസമാകുന്ന, ഭൗതികവാദമാകുന്ന, നിരീശ്വരവാദമാകുന്ന ഒരുപാട് ഇരുട്ടുകൾ, യുവത്വത്തെ ബാധിക്കുന്ന, ഇതുപോലെ ക്യാമ്പസുകളിലെ മക്കളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആ ഇരുട്ടുകളെ അതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പറയാണ് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത് എവിടേക്കാ? ഇല നൂർ, അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്കാണ്. ആ നൂർ അഥവാ വെളിച്ചം എന്ന് പറയുന്നത് ഖുർആൻ പ്രയോഗിച്ചത് മുഫ്രദായിക്കൊണ്ടാണ്, ഒറ്റ പദമാണ്. അഥവാ വെളിച്ചം എന്നുള്ളത് ശരി എന്നുള്ളത് ഒന്നേ ഉള്ളൂ. അത് അള്ളാഹു നമുക്ക് നൽകിയ പ്രകാശമാണ്, നൂറാണ്. ആ വെളിച്ചത്തെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വഴിയെ, അല്ലെങ്കിൽ ആ വെളിപാടിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ജസാക്കല്ലാഹു ഖൈർ ജസീലൻ. വിഷയം കൃത്യമായി വിവരിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സ്ഥലം, അതുമായി സംസാരിക്കുന്ന ഒരു വേദി, അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഇന്നിൻ്റെ കാലഘട്ടത്ത് ഉപയോഗിക്കുന്ന ഒരു ചാപ്പയാണ് മദ്രസ പൊട്ടൻ എന്നുള്ള ഒരു സംഭവം. നിങ്ങൾ കേട്ടതാണ്. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമൂഹത്തിൽ മുസ്ലിമായൊരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ, എന്തെങ്കിലും നിലപാട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമികപരമായി എന്തെങ്കിലും കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ യുക്തിവാദത്തിനെതിരെയോ നിരീശ്വരവാദത്തിനെതിരെയോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവനെ ഡീഗ്രേഡ് ചെയ്യുന്ന, അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പദപ്രയോഗമായി അവൻ മദ്രസയിൽ പഠിച്ചവനാണ്, അല്ലെങ്കിൽ അവൻ മദ്രസ പൊട്ടനാണ്. ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കമൻസുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ധാരാളം ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട്, ഇസ്ലാമോഫോബിയ. അപ്പോൾ ഇസ്ലാം ഒരു ഭീകരതയാണ്, ഇസ്ലാം ഒരു തീവ്രവാദമാണ്. അതുമായി ബന്ധപ്പെട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നതും ഭീകരവാദമാണ്, തീവ്രവാദമാണ്. അതുപോലെ തന്നെ അവിടെ വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിൽ ജനമനസ്സുകളിലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടിയുള്ള വലിയൊരു പ്രോപ്പഗണ്ട. ഇതിനു വേണ്ടി എപ്പോഴെങ്കിലും മദ്രസയുടെ വാതിൽ പടി ചവിട്ടിയ മതത്തിൻ്റെ ഒരു മൂല്യവും അറിയാത്ത ഏതാനും ചില ആളുകൾ മദ്രസയെ വിമർശിച്ചതുകൊണ്ട് അവരെയും ഈ ആളുകൾ കൂട്ടുപിടിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മദ്രസയിൽ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. അവിടെ ഒരിക്കലും നമുക്കറിയാം, അവിടെ വെറുപ്പുളവാക്കുന്ന വാക്കുകളോ, വർഗീയവൽക്കരിക്കുന്ന വാക്കുകളോ, വംശീയവൽക്കരിക്കുന്ന വാക്കുകളോ, അത്തരത്തിൽ ഒരു സംസാരവും അതിൻ്റെ സിലബസിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അത് പകൽ പോലെ സത്യമാണ്. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ,
കളവ് പറയരുത്, വഞ്ചന നടത്തരുത്, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ തിരിച്ചേൽപ്പിക്കണം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിത സമ്പത്ത് സക്കാത്ത് നൽകണം, ദാനധർമ്മം ചെയ്യണം. അതുപോലെ തന്നെ അയൽവാസികളോട്, അഥവാ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രവാചക അധ്യാപനങ്ങൾ, നീതിബോധമുള്ള പ്രവാചക അധ്യാപനങ്ങൾ, അഥവാ തൻ്റെ മകളായ ഫാത്തിമ പോലും കളവ് നടത്തിയാൽ അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ ആ പ്രവാചകൻ്റെ ഏറ്റവും ഉന്നതമായ അധ്യാപനങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് പകൽ പോലെ സത്യമാണ്. അതീ പറഞ്ഞ വിമർശിക്കുന്ന ആളുകൾക്ക് വന്ന് നോക്കാനുള്ള സാഹചര്യങ്ങളും ഇന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഈ പറഞ്ഞ നന്മകളൊക്കെ തിന്മയാണ്, അത് തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു അസുഖമാണ്. അത് മറ്റൊരു അസുഖമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, ഈ പറഞ്ഞ ആളുകൾക്ക് ഇത് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തെറ്റാണ്, പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ധർമാധർമ്മ വിഷയത്തിൽ, നന്മയും തിന്മയും വേർതിരിക്കുന്ന വിഷയത്തിൽ എന്ത് നിലപാടാണ് സമൂഹത്തോട് പറയാനുള്ളത്? ഇവരെ സംബന്ധിച്ചിടത്തോളം, യുക്തിവാദികളായ എക്സ് മുസ്ലിങ്ങളായ മദ്രസയെ വിമർശിക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടാണ് അവർക്ക് സമൂഹത്തിൽ പറയാനുള്ളത്? കൺസെൻ്റ് ഉണ്ടെങ്കിൽ സ്വന്തം ഉമ്മയായും സ്വന്തം സഹോദരങ്ങളായും ആരുമായും, പെണ്ണിനോടായും ആണിനോടായും സെക്ഷലായി ബന്ധപ്പെട്ടാൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവർ ഈ ഉന്നതമായ മദ്രസാ മൂല്യങ്ങളെ വിമർശിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അവരുടെ വാദം തന്നെ വളരെ ബാലിശമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നമ്മളൊരു ഭക്ഷണത്തിൽ അതിൽ എത്ര പ്രോട്ടീനുണ്ട്, എത്ര ഗ്ലൂക്കോസ് ഉണ്ട്, അന്നജമുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ ഭക്ഷണം തൻ്റെ അയൽവാസിക്ക് അത് വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും നൽകണം എന്നുള്ള മത അധ്യാപനങ്ങൾ അത് മദ്രസയിലാണ് പഠിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും മൂല്യവത്തായ അധ്യാപനങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അത് ഒരു കുട്ടി ഉൾക്കൊള്ളുന്നതോടുകൂടി, ആ അധ്യാപനങ്ങൾ ഒരു കുട്ടി ഉൾക്കൊള്ളുന്നതോടുകൂടി അവൻ നല്ലൊരു പൗരനായി മാറുകയാണ്. സംശയമില്ല, മദ്രസയിൽ മതം തന്നെയാണ് പഠിപ്പിക്കുന്നത്, ആ മതത്തിൻ്റെ മൂല്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മതത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമൂഹത്തിനും അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിനും അവൻ്റെ വ്യക്തിത്വത്തിനും ഏറ്റവും ഉന്നതമായ ഉപകാരപ്രദമായ ഒരു വ്യക്തിത്വമായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത്തരത്തിലൊരു കുട്ടിയെ സ്വാഭാവികമായും വ്യഭിചാരശാലകളിലേക്കോ അതുപോലെ തന്നെ കള്ള് കുടിക്കുന്ന ബാറുകളിലേക്കോ അങ്ങനെ മ്ലേച്ഛ വൃത്തി നടക്കുന്ന പാർട്ടികളിലേക്ക് കിട്ടുകയില്ല. കാരണം അത് അവൻ്റെ മതം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, അവൻ്റെ മൂല്യമാണ് അത്. അതുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾക്കപ്പുറം മതത്തിൻ്റെ മൂല്യം എന്താണ്, മതം ഒരു മനുഷ്യനിൽ മാറ്റേണ്ട വ്യത്യാസം എന്താണ് എന്ന് മദ്രസയിൽ കൃത്യമായി പഠിപ്പിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. അതുകൊണ്ട് ഒരു മദ്രസ പഠിച്ചതോടുകൂടി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മൂല്യം ഉൾക്കൊള്ളുന്നതോടുകൂടി അവൻ സമൂഹത്തിനും അതുപോലെ തന്നെ അവൻ്റെ വ്യക്തിത്വത്തിനും അവൻ്റെ കുടുംബത്തിനും ഉപകാരം മാത്രമേ അവനെ കൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വല്ലാഹു അഅലം. ജസാക്കല്ലാ ഖൈർ. നമ്മൾ വീണ്ടും ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോൾ ലഹരി, അതുപോലെ ലഹരി, കൊലപാതകങ്ങൾ തുടങ്ങിയ അധാർമികമായ പ്രവർത്തനങ്ങൾ ഞാൻ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഒരു വർഷമെടുത്താൽ തന്നെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അവയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളെ സ്വാധീനിക്കുന്നത്? എന്താണ് അതിനു വേണ്ടിയുള്ള യഥാർത്ഥ പരിഹാരം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അധാർമികതകൾ, ജീർണതകൾ, അത് സമൂഹത്തിൽ എത്രത്തോളം വ്യാപിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ക്യാമ്പസുകളിലും അത് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടോ അതേപോലെ തന്നെ ക്യാമ്പസുകളിലേക്കും അത് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത് കുത്തിവെക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അധാർമികതകൾ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ലഹരി തന്നെയാണ്. ക്യാമ്പസിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള ലഹരി എന്ന് പറയുന്നത് ഒരുപക്ഷെ കേൾവിയില്ലാത്ത രക്ഷിതാക്കൾ ഈ ലഹരിയെപ്പറ്റി കേൾക്കുമ്പോൾ ഇതൊക്കെ ലഹരിയാണോ, ഇങ്ങനെയൊക്കെ ഒരു ലഹരി ഉണ്ടോ എന്ന് രക്ഷിതാക്കൾ ചോദിക്കുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറയിലെ ലഹരികൾ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കുട്ടികൾക്കിത് സുലഭമാണ്.
പ്രത്യേകിച്ച് കടമ്പകളൊന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിക്കൊണ്ട് അവരുടെ കയ്യിലേക്ക് ലഹരികൾ എത്തുകയാണ്. പല രൂപത്തിലുള്ള ലഹരികൾ നമ്മുടെ നാട്ടിൽ കേട്ടുകളില്ലാത്ത ലഹരികളാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ലഹരികൾ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലഹരി മാഫിയകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. എന്ന് മാത്രമല്ല, കുട്ടികളുടെ ഇടയിൽ അത് കോളേജിലേക്ക് പോകണമെന്നില്ല, നമ്മുടെ സ്കൂളുകളിലേക്ക് പോയാൽ തന്നെ അവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ ഇതിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മാഫിയകളിൽ ഒരു കുട്ടി മാഫിയ എന്നുള്ള രൂപത്തിൽ ഈ ലഹരിയുടെ മാഫിയ കണ്ണി ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കുട്ടികൾ അവർക്കുള്ള ഒരു വരുമാന മാർഗമായിട്ട് ഈ ലഹരി വിൽക്കുന്നതിനെ കാണുന്നു. അവരുടെ സുഹൃത്തുക്കളിലേക്ക്, സഹപാഠികളിലേക്ക് ആൺപെൺ വ്യത്യാസമില്ലാതെ തന്നെ ഇതിങ്ങനെ കൈമാറി വലിയൊരു കണ്ണിയായിട്ട് ഇത് മാറുകയാണ്. ഈ രൂപത്തിലാണ് ലഹരിയുടെ വ്യാപനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കൊലപാതകങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇത്ര കാലം ഇല്ലാത്ത രൂപത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, സമൂഹത്തിലാകെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജൂനിയർ സീനിയർ വ്യത്യാസം പറഞ്ഞുകൊണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം കലഹിക്കുക. നമുക്കറിയാം, മനുഷ്യൻ്റെ നേച്ചർ, മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ചേരി തിരിയുക, കലഹിക്കുക എന്നുള്ള ആ ഒരു പ്രകൃതി, അതിനെ കുട്ടികളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെ പർവ്വതീകരിച്ച് വലുതാക്കി അത് വലിയൊരു സംഭവമാക്കിയിട്ട് പരസ്പരം വലിയ കലഹങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ അവസാനം എന്നോണം ഇത് കൊലപാതകങ്ങളിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു വസ്തുത നമ്മുടെ ചുറ്റും, നമ്മുടെ ക്യാമ്പസുകളിൽ കാണാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ, അതുപോലെ നമുക്കറിയാം സ്കൂളുകളിൽ പോലും നമുക്കറിയാം ഈ അടുത്തുണ്ടായ സംഭവം, SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നം, അത് കൊലപാതകത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ കൊലപാതകങ്ങളും ക്യാമ്പസിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ക്യാമ്പസിൽ വർദ്ധിച്ചിട്ടുള്ള ആൺപെൺ ബന്ധങ്ങൾ, വഴിവിട്ട ആൺപെൺ സൗഹൃദ ബന്ധങ്ങൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാളേറെ ഇത് ക്യാമ്പസിലാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലൊരു വ്യഭിചാരം നടന്നു കഴിഞ്ഞാൽ ജനം അത് ഏറ്റെടുത്തുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു വിദ്യാർത്ഥിനി ക്യാമ്പസിൽ കാലെടുത്ത് വെക്കുന്നതോടുകൂടി ഈ വിധിവിലക്കുകൾ അവർക്ക് ഇല്ലാതാവാണ്. ഈ പരിധികളൊന്നും പിന്നെ അവർക്കില്ല. അവരെ തടയാൻ അവിടെ ആളുകളില്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ ഈ സൗഹൃദത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ട് ഈ ആൺപെൺ സൗഹൃദ ബന്ധങ്ങൾ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുണ്ടാവുന്ന അവരുടെ താല്പര്യങ്ങൾ, നമ്മൾ പറഞ്ഞു ഇവിടെ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഈ ഉണ്ടാകുന്ന വികാരങ്ങളെ സ്വന്തം ക്ലാസ്മേറ്റിൻ്റെ, അതല്ലെങ്കിൽ സ്വന്തം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയുടെ സഹായത്തോടെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശമിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഈ ബന്ധങ്ങൾ മാറിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്? അതുപോലെ ഇനിയും ഒരുപാടുണ്ട്. LGBTQ അജണ്ടകൾ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്ന, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം സ്വർഗരതി കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നത്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, യുക്തിവാദം ഇവിടെ വിശദീകരിച്ചു. ഇതെല്ലാം കുട്ടികൾ ക്യാമ്പസിൽ കുത്തിവെക്കപ്പെടുകയാണ് ക്യാമ്പസിൽ എത്തുന്നതോടുകൂടി. അപ്പോൾ ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഇതിൻ്റെ പരിഹാരം ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം കൃത്യമായിട്ട് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഏറ്റവും വ്യക്തമായിക്കൊണ്ടുള്ള പരിഹാരം ഖുർആനിൽ സൂറത്തു ആലി ഇമ്രാനിലെ 3-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തു ആലി ഇമ്രാനിലെ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ജനങ്ങളിലേക്ക്, നമുക്കറിയാം റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുൻപുള്ള കാലം, റിസാലത്തിൻ്റെ നുബുവത്തിൻ്റെ മുൻപുള്ള കാലം നമുക്കറിയാം ജാഹിലിയ എന്നുള്ള പേരിൽ അറിയപ്പെട്ട കാലം. അന്നുണ്ടായിരുന്ന ആളുകളിൽ എല്ലാവിധത്തിലുള്ള അധാർമികതകളും അവിടെ ഉണ്ടായിരുന്നു. ഈ ആയത്തിൽ തന്നെ ഇതിൻ്റെ അവസാനം ബാക്കിയായിട്ട് പറയുന്നത് വൈൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഈ ഒരു സമൂഹം, അതിലേക്കാണ് ഈ റസൂല് വരുന്നത്. എന്നിട്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ്, അവർക്ക് ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ യുഅല്ലിമുഹും അൽ കിതാബു അൽ ഹിക്മ, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ച് പറയുന്നു, കിതാബ് എന്നുള്ളത് നമുക്കറിയാം ഖുർആൻ തന്നെയാണ്. അതുപോലെ ഹിക്മത്ത് എന്നുള്ളത് നമ്മുടെ പ്രവാചകൻ്റെ പഠനങ്ങൾ, അധ്യാപനങ്ങൾ, പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ആ സമൂഹത്തെ എല്ലാ രൂപത്തിലുള്ള അധാർമികതകളും കൊടികുത്തി വാഴ്ന്നിരുന്ന ആ ഒരു സമൂഹത്തിൽ ഖുർആൻ്റെ ഹദീസിൻ്റെ വെളിച്ചം കൊണ്ടാണ് മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും ഉത്തമ തലമുറ എന്ന് വിളിക്കപ്പെടാൻ അർഹരായ രൂപത്തിലേക്ക് ഈ തലമുറ മാറുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മുൻപിൽ ഈ ഖുർആനുണ്ട്, ഹദീസുണ്ട്. ഒരു ഹർഫ് പോലും മാറാതെ ആ ഖുർആൻ 1400 കൊല്ലം മുൻപ് റസൂലിന് എങ്ങനെയാണോ അവതരിച്ചത് ആ രൂപത്തിൽ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് തന്നെ നമ്മളും മടങ്ങണം. ഈ ഖുർആനിനെയും ഹദീസിനെയും കൃത്യമായിക്കൊണ്ട് പഠിക്കാനും ആ ഇതിലെ പഠനങ്ങൾ, അധ്യാപനങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക്, യുവാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംരംഭങ്ങളിൽ നമ്മൾ അവരെ പറഞ്ഞയക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, കൃത്യമായിക്കൊണ്ട് ഇത് കേൾക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടിയെ ഒരു ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ അവന് ലഭിക്കുന്ന വിദ്യാഭ്യാസം, അവന് തിരഞ്ഞെടുത്ത കോഴ്സ്, അവൻ്റെ കോളേജ് പേര് കേട്ട കോളേജാണോ, അധ്യാപകർ കഴിവുള്ള അധ്യാപകരാണോ എന്ന് നോക്കുന്നതിലുപരി അവനവിടെ കിട്ടുന്ന മൂല്യങ്ങൾ, ധാർമ്മിക ബോധം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തണം. അതിലൂടെ അവന് ലഭിക്കുന്ന കൂട്ടുകെട്ട് ഏത് രൂപത്തിലുള്ള കൂട്ടുകെട്ടായിരിക്കും എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ക്യാമ്പസിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പിന്നീട് അത് വലിയൊരു റിഗ്രറ്റായിട്ട്, ഒരു സങ്കടമായിട്ട് മാറുമെന്നുള്ളതാണ്. നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു രൂപത്തിലേക്ക് ആ കുട്ടിയുടെ ദുനിയാവും ആഖിറവും ഇല്ലാതായി പോകുന്ന രൂപത്തിലേക്ക് മാറും. അപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടിയെ പറഞ്ഞയക്കാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ സ്വഭാവങ്ങളിൽ, അവരുടെ ശീലങ്ങളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇതിനൊക്കെ ഒരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യൂല എന്നുള്ള ഒരു ബോധം, ആ ഒരു തോന്നൽ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇവനിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. രാത്രി വൈകിട്ടാണ് ഒരു കുട്ടി കടന്നുറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. അതെന്താണെന്ന് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനാണ് ആദ്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ അവഗണിക്കാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക്, ബാക്കി അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് കൃത്യമായിട്ടുള്ള ഉപദേശം തേടുക. എന്നിട്ട് കുട്ടികളുടെ ജീവിതം ഈ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അതിന് തിരിച്ചു വരാനുള്ള മാർഗങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നൊക്കെയുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. വല്ലാഹു ആലം. ജസാക്കല്ലാ ഖൈർ. വിഷയം കൃത്യമായി വിശദീകരിച്ചു. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്, ക്യാമ്പസിലെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറെ ഒരു പ്രശ്നമില്ലാതെ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ നോർമലൈസായി എല്ലാവരും കണക്കാക്കുന്ന ഒന്നാണ് ആൺ പെൺ സൗഹൃദം. എന്താണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആൺ പെൺ സൗഹൃദം, ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് എന്തപ്പോൾ പ്രശ്നം എന്നുള്ളതാണ് ഒന്നാമത് വരുന്ന ചോദ്യം. മറ്റു ചിലർ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചോദ്യം ഒരു ചോദ്യമായി വരണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ പിറകിലുണ്ട് എന്നതാണ്. അപ്പോൾ ആൺ പെൺ സൗഹൃദം എന്താണ് ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട്? ഈ ആൺ പെൺ സൗഹൃദം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ
വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. ഏതാണ്ട് 2016 മുതൽക്ക് 2025 വരെയുള്ള വർഷങ്ങൾ നമ്മളൊന്ന് കണക്കെടുക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളം എന്നല്ല ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സൗഹൃദ കൊലപാതകങ്ങളാണ് ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഏതാനും 2 ദിവസം മുൻപ് എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ എന്ന പ്രദേശത്ത് ഒരു പെൺകുട്ടി തൻ്റെ ആൺ സുഹൃത്ത് തലക്കടിച്ച് കൊന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ കുടുംബക്കാരും പോലീസ് തന്നെ അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്തുന്നത്. അതും തൊട്ടടുത്താണ് ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത്. അതുപോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ്. അതുപോലെ നമ്മൾ ഇങ്ങനെ കൊലപാതകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 3 വർഷം മുൻപ് നമ്മൾ കേട്ടൊരു വാർത്തയാണ്, കൂടെ താമസിച്ചിരുന്ന ആൺ സുഹൃത്ത് ആ പെൺ സുഹൃത്തിനെ 72 കഷ്ണമാക്കി കുക്കറിലിട്ട് വേവിച്ചു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ആൺ സുഹൃത്തിനെ സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റും, അല്ലെങ്കിൽ ഒരു പെൺ സുഹൃത്തിനെ ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ പറ്റും? എന്താണ് ഇസ്ലാമിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആണിനോടും പെണ്ണിനോടും കല്യാണം കഴിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പുരുഷന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, നീ കല്യാണം കഴിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടി മുഹ്സനാത്തായിരിക്കണം, അഥവാ ചാരിത്രശുദ്ധി കാത്തു സംരക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം അവൾ. രണ്ടാമത് പറഞ്ഞു ഗൈറ മുസാഫിഹീന, ആ പെൺകുട്ടി വേശ്യാവൃത്തിയിലേക്ക് വ്യഭിചാരത്തിലേക്കൊന്നും പോകാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം. മൂന്നാമത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വല മുത്തഹിദാത്തി അഹ്ദാൻ, അവർ ഹിദ്നുകളെ സ്വീകരിക്കാത്തവരായിരിക്കണം. ഹിദിനെന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ സുഹൃത്തുക്കളെന്നാണ്. അഥവാ ഇന്ന് നമ്മൾ ഓമനപ്പേരിട്ട് പറയുന്ന ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്. പണ്ട് ആളുകൾ ഉപയോഗിച്ച ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒരു അർത്ഥത്തിലല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ കോടതി പോലും പിന്നെ ഒരു കേസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കാമുകൻ എന്ന് പറയാൻ പാടില്ല എന്നാണ്, അല്ലെങ്കിൽ കാമുകി എന്ന് പറയാൻ പാടില്ല എന്നാണ്. മറിച്ച് ആൺ സുഹൃത്തിൽ നിന്ന് അല്ലെങ്കിൽ പെൺ സുഹൃത്തിൽ നിന്ന് ഈ ഒരു രൂപത്തിലേക്ക് പോലും നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണെന്നാണ്. അപ്പോൾ കാമുകൻ എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു വശമാണ് കേട്ടോ. ഇപ്പോൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ കാമുകൻ. അപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ആയാൽ മതി. ആ ബോയ് ഫ്രണ്ട് കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹം വേണ്ട, എന്തും ആകാമെന്നുള്ളതാണ്. അപ്പോൾ ബൈക്കിൽ പോകാം, പിന്നെ സിനിമക്ക് പോകാം, അതുപോലെ തന്നെ ടൂറ് പോകാം. ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഇന്ന് ഇല്ലാത്തതുപോലും വലിയൊരു തെറ്റായി കാണുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുരുഷനോട് പറയണം, നീ കല്യാണം കഴിക്കുമ്പോൾ നീ ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നീ പരിശോധിക്കണം. അവൾ ഇതുപോലെയുള്ള ബോയ് ഫ്രണ്ട്സിനെ സ്വീകരിച്ചിട്ടുള്ള, എന്തും ഷെയർ ചെയ്യുന്ന ഒരു ആണുങ്ങളെ സ്വീകരിച്ചിട്ടുള്ളവളാണോ എന്ന് നീ പരിശോധിക്കണം. ഇതേപോലെ തന്നെ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ കല്യാണം കഴിക്കുന്ന സന്ദർഭത്തിൽ പുരുഷൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ആ പുരുഷൻ മുഹ്സിനായിരിക്കണം. അതുപോലെ തന്നെ ഗൈറ മുസാഫിഹീൻ, വ്യഭിചാരത്തിലൊന്നും ഏർപ്പെടാത്ത ആളായിരിക്കണം. വലാ മുത്തഖിദീ അഖ്ദാൻ, അവിടെയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവൻ ആ ചെറുക്കൻ ഒരു പെണ്ണിനെ ഗേൾ ഫ്രണ്ടായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിനെ പുറത്തുനിന്ന് പരിഹസിക്കുന്ന ഏതൊരാൾക്കും പറയുക, കണ്ടോ വളരെ നിസ്സാരമായ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ പോലും എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കും എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കിയിട്ടില്ല എങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ പിന്നെ ഒരു അന്യ പുരുഷനോട് തീരെ സംസാരിക്കാൻ പാടില്ല എന്നോണം, അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയോട് തീരെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഇസ്ലാം എവിടെയും പറയുന്നില്ല എന്നാണ്.
പക്ഷേ ഒരു ഫ്രണ്ടായി എൻ്റെ കാര്യം എന്തും ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ടായി എനിക്ക് സ്വീകരിക്കാൻ, ഞാനൊരു പെണ്ണാണെങ്കിൽ എനിക്ക് പെണ്ണിനെ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരാണാണെങ്കിൽ എനിക്ക് ആൺകുട്ടിയെ മാത്രമേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഞാനൊരാണാണെങ്കിൽ ഞാൻ പെണ്ണിനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവിടെ വലിയൊരു പ്രശ്നമാണ്. കാരണം ഏതൊരു സൗഹൃദ ബന്ധം പിന്നീട് പ്രണയമാകുന്നുള്ളതാണ്. ആ പ്രണയം പിന്നെ പിരിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരുന്നു, പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവസാനം പിന്നെ പല കൊലപാതകത്തിലേക്കും എത്താൻ ഈ പറഞ്ഞ ഈ ഫ്രണ്ട്ഷിപ്പാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ പിന്നെ ഇസ്ലാം എന്താണ് അനുവദിക്കുന്നത്? ഇസ്ലാം അനുവദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അന്യപുരുഷനോട് അല്ലെങ്കിൽ അന്യ സ്ത്രീയോട് സംസാരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. ഉദാഹരണം, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം, സ്വാഭാവികമാണ് അവിടെ ആണുങ്ങളുണ്ടാകും പെണ്ണുങ്ങളുണ്ടാകും, സംസാരിക്കേണ്ടി വരും. വളരെ ആവശ്യത്തിന്, വളരെ വക്കാറോടുകൂടി, വളരെ ജെൻറ്റിലായിക്കൊണ്ടായിരിക്കണം നമ്മുടെ സംസാരം പോലും അവിടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അധ്യാപകരോട് സംസാരിക്കേണ്ടി വരും, അധ്യാപികമാരോട് സംസാരിക്കേണ്ടി വരും. ഇതൊന്നും ഇസ്ലാം വിലക്കുന്നില്ല, പക്ഷേ ഇസ്ലാം ചില നിബന്ധനകൾ വെക്കുന്നുണ്ട് അവിടെ. ആ നിബന്ധനകൾ കൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. ഒന്നാമത്തെ നിബന്ധന, ഒരു അന്യ പുരുഷനാണ് അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതി ഹയാ വേണമെന്നുള്ളതാണ്. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, ഖുർആൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുതെന്നുള്ളതാണ്. കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങൾ സംസാരിക്കരുത്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിന്ന് നീ ആരോടാണോ സംവദിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൊരു പക്ഷേ അത് രോഗത്തിന് കാരണമാകും. ഏതാണ് രോഗം? നിന്നോടുള്ള പ്രണയം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ആ പ്രണയം പിന്നീട് പല ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ, അതിപ്പോൾ വീട്ടിലേക്ക് വരുന്ന ബാപ്പക്കുള്ള കോളാണെങ്കിലും ഭർത്താവിനുള്ള കോളാണെങ്കിലും, ഒരു അന്യ പുരുഷനാണ് വിളിക്കുന്നതെങ്കിൽ ഫോൺ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. ഇത് പ്രത്യേകമായി സ്ത്രീകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ആരാണ്? ഇന്ന ആളാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇന്ന കാര്യമാണ്, വളരെ കൃത്യമായി ജെൻറ്റിലായിക്കൊണ്ട് വക്കാറോടുകൂടി നമ്മൾ സംസാരിച്ച് അത് അവസാനിപ്പിക്കാം. അപ്പോൾ ഹയാ വേണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, ഒരു അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു നോട്ടം ഉണ്ടാകും, അത് ഇസ്ലാമിൽ വിലക്കുന്നില്ല. ആരാണെന്ന് മനസ്സിലാകണമല്ലോ. അതുപോലെയുള്ള തിരിച്ചറിയാനുള്ള നോട്ടം. എന്നാൽ തന്നെ ആകർഷിപ്പിക്കുന്നു എന്ന് വരികയാണെങ്കിൽ കൂടെയുള്ള ഈ നോട്ടം, ആ നോട്ടത്തെ അവൻ നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അതും ഇതുപോലെയുള്ള പല ദുരന്തങ്ങൾക്കും കാരണമാകും. മൂന്നാമത്തെ സംഗതിയാണ്, പിന്നെ ഒറ്റക്കാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തനിച്ചാകുന്നൊരവസരം ഉണ്ടാകരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരിക്കലും തന്നെ അവർ തനിച്ചാകരുത്. ലാ തഹല്ലു ലഹു, അഥവാ ഇവരെ പിന്നെ മഹറമല്ല കൂടെയുള്ളത്, വിവാഹം നിഷിദ്ധമായിട്ടുള്ള ആളുകളല്ല, മറിച്ച് എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് എങ്കിൽ ഫഇന്ന സാലിസഹുമാ ശൈത്താൻ, മൂന്നാമതായി പിശാച് അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തനിച്ചാകുന്നൊരവസരം ഉണ്ടാകരുത്. അതിൽ പ്രധാനപ്പെട്ട സംഗതി ചാറ്റിങ്. ഈ ചാറ്റിങ് ഒരു കാരണവശാലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ഞാനൊരു പക്ഷേ പല കാര്യങ്ങളും ചോദിച്ചു പോകും എന്നാണെങ്കിൽ ഒരു അന്യ സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു ആവശ്യങ്ങൾ വരും, അങ്ങനെ അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യേണ്ടി വരും, അന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേണ്ട എന്നല്ല, പരമാവധി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ എല്ലാവരും കാണുന്ന രൂപത്തിലായിരിക്കണം ചർച്ചകൾ വേണ്ടത്. ഇനിയിപ്പോൾ പേഴ്സണലി അയക്കേണ്ടി വന്നാൽ പോലും ഒരു സ്വന്തമായൊരു നിയന്ത്രണം നമുക്ക് വേണം. ഇപ്പോൾ ആധുനികരായ സലഫി പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട്, പിന്നെ അന്യ പുരുഷനോടുള്ള ഈ ചാറ്റിങ് അല്ലെങ്കിൽ അതുപോലെ അന്യ സ്ത്രീകളുള്ള ചാറ്റിങ്, അതിനെക്കുറിച്ച് എന്താണ് വിധി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഹറാമാണെന്നാണ്. കാരണം അത് അവർ ഹറാമാണെന്ന് ഒറ്റയടിക്ക് പറയാൻ കാരണം, അത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ, ഇപ്പോൾ പലപ്പോഴും അങ്ങനത്തെ ചെറിയൊരു സൂചി കയറാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിക്കഴിഞ്ഞാൽ വലിയ ഒരു ഓട്ടം ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മളിപ്പോൾ തന്നെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് ദുരന്തങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തനിച്ചാകുന്നൊരവസ്ഥ ഒരിക്കലും ഒരു സ്ത്രീക്കും പുരുഷനും ഉണ്ടാകരുത്. നാലാമതായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ വൈകാരികമായ
വികാരങ്ങളെ ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഒരു അന്യ സ്ത്രീയോട് അല്ലെങ്കിൽ അന്യ പുരുഷനോട് നമ്മൾ സംസാരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും മാറണം. ഇല്ലെങ്കിൽ മാറിയില്ല എങ്കിൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് അത് ചെന്ന് അവസാനിക്കും. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും ബെസ്റ്റി ആക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആക്കേണ്ടത് എപ്പോഴും എന്തായിരിക്കണം, ഒരു പെണ്ണാണെങ്കിൽ പെണ്ണായിരിക്കണം അവരുടെ ഫ്രണ്ട്, ഒരാണാണെങ്കിൽ ഒരാണായിരിക്കണം ഫ്രണ്ട്. നേരെ മറിച്ചാണെങ്കിൽ ഇസ്ലാം പറയുന്ന കണ്ടീഷനുകൾ അവർ പാലിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് എന്നൊരവസ്ഥയിലേക്ക് ഒരിക്കലും ഒരു മുസ്ലിമിനും ഒരു മുസ്ലിമത്തിനും പോകാൻ പാടില്ല. ഇതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നമ്മളാണ് കൊടുക്കേണ്ടത്. നമ്മളത് കൊടുത്തിട്ടില്ല എങ്കിൽ, ഇപ്പോൾ പലപ്പോഴും ഒരു ഫ്രണ്ട്, ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ നമ്മുടെ മക്കളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. നിനക്കൊരു ബോയ് ഫ്രണ്ട് ആയിക്കൂടെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിക്കൂടെ എന്നാണ്. അങ്ങനെ പാടില്ല. നമ്മൾ തിരിച്ചാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് വളരെ വ്യക്തമായ ഉത്തരങ്ങൾ വിവിധ റിസർച്ച് വിങ്ങിൻ്റെ സ്കോളേഴ്സിൽ നിന്ന് നമ്മൾ കേട്ടു. അത് മനസ്സിലാക്കി ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, സാംസ്കാരിക ജീർണതകൾക്കെതിരെ ധാർമ്മിക പ്രതിരോധം എന്ന ശീർഷകത്തിൽ നമ്മൾ നടത്തിയ ഈ ഒരു പാനൽ ഡിസ്കഷൻ, അതിൽ ഏറ്റവും കോറായ ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയുമുണ്ട്. ചോദിച്ച ഓരോ ചോദ്യത്തിനും കൃത്യമായി ശാസ്ത്രീയമായും മാനുഷികമായും ധാർമ്മികമായും നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും, അതോടൊപ്പം നമ്മുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്ത ഇവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ബറക്കല്ലാഹു ഫീക്കും. തുടർന്ന് ഈ വേദിയുടെ ഔപചാരികമായ നിയന്ത്രണം ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളിലേക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.